സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ വൺ പീസിൻ്റെ ഒരു റിവ്യൂ ഇട്ടിരുന്നു പുതിയ ചാപ്റ്ററിൽ. പക്ഷേങ്കിൽ അത് ആരും തന്നെ കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ 6K ആവാനായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇമൂസമേനെ കുറിച്ചാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പും ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് നമ്മുടെ റോക്സ്, അതുപോലെ തന്നെ നമ്മുടെ റോജർ, ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെക്കാട്ടോ ഒരു പടി മുന്നിലായിരിക്കും നമ്മുടെ ഇമൂസമ എന്നായിരുന്നു. പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ചാപ്റ്ററിൽ നമ്മുടെ ഇമൂസമൻ്റെ ശരിക്കുള്ള പവർ നമ്മൾ കണ്ട്. അതിൽ നമ്മൾ കാണുന്നുണ്ട് കൈഡോ, ബിഗ് മാം, വൈറ്റ് ബീഡ്, റോജർ, ഗാർപ്പ്, റോക്സ് എന്നിവരെല്ലാം ചേർന്ന് അവരുടെ കമ്പൈൻഡ് അറ്റാക്ക് നമ്മുടെ ഇമൂസമയ്ക്ക് ഒരു തരത്തിലുള്ള ഡാമേജ് പോലും വരുത്തുന്നില്ല എന്നല്ല, ഇമൂസമയുടെ ബോഡി നശിച്ച് പോകുന്നുണ്ടെങ്കിലും അത് ഇൻസ്റ്റൻ്റ്ലി റീജനറേറ്റ് ആവുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വളരെ പവർഫുൾ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ ഇമൂസമയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതും പോരാഞ്ഞിട്ട് നമ്മൾ ഇതുവരെ സീരീസ് കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ കോങ്കറർ ഹാക്കി യൂസേഴ്സിൽ ഒരാളായിരിക്കും നമ്മുടെ സെബക്ക്. ആ സെബക്കിനെ പോലും നമ്മുടെ ഇമൂസമ തൻ്റെ വില്ലിന് എതിരെ ടോമി റിവേഴ്സി ഉപയോഗിച്ചിട്ട് തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇമൂസമയുടെ പവർ നമ്മൾ ഇതുവരെ വൺ പീസിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതിലൊക്കെ വളരെ മുകളിലാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇമൂസമയായിട്ടാണ് നമ്മുടെ ലൂഫി ഇപ്പോൾ എൽബാഫിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇമൂസമ ഫിസിക്കലി പ്രസൻ്റ് അല്ലെങ്കിലും നമ്മുടെ ഗംഗുവിൻ്റെ ബോഡി ത്രൂ നമ്മുടെ ഇമൂസമ ഇപ്പോൾ എൽബാഫിലുണ്ട്. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമൂസമൻ്റെ കൂടെ നമ്മുടെ ഗിയർ 5 ലൂഫിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ഒരു ക്യാരക്ടറിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കറൻറ്റ് ജനറേഷൻ നോക്കുകയാണെങ്കിലും നമ്മുടെ ഓൾഡ് ജനറേഷനിലുള്ളത്ര പവർഫുൾ ക്യാരക്ടേഴ്സ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലില്ല. അപ്പോൾ ഇനി എൽബാഫിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂസമനെ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ലൂഫിക്കും മറ്റുള്ള ഒരു ആൾക്കും ഇപ്പോൾ എൽബാഫിലുള്ള ഒരാൾക്ക് പോലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലോക്കി എത്രമാത്രം പവർഫുൾ ആയാലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലോക്കിക്ക് നമ്മുടെ ഗോഡ് വാലിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എത്ര പവർ എന്തായാലും നമ്മുടെ ലോക്കിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിക്കും അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രോ ഹെഡ്സിനും നല്ല രീതിക്കുള്ള എന്തെങ്കിലും പവറപ്പ് കിട്ടാതെ എൽബാഫ് ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ എൽബാഫ് ആർക്കിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അതൊരു പക്ഷേ ക്രൂ മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. കാരണം നമ്മുടെ ഇമൂസമയുടെ പവർ അത്രമാത്രം ബ്രോക്കണാണ്. പക്ഷേങ്കിൽ ഹാക്കി അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ഇമൂസമനെ തീർച്ചയായിട്ടും ഹേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് എഗഡാർക്കിൽ നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി റിലീസായപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇമൂസമ മുട്ടിലിരുന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കും, നമ്മുടെ ജോയ് ബോയുടെ പവർ എത്രമാത്രമായിരിക്കുന്നു. അത്രയും പവർഫുൾ കോങ്കറർ ഹാക്കിയാണ് നമ്മുടെ ജോയ് ബോയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിയുടെ കോങ്കറർ ഹാക്കിയോ ആ ലെവലിലേക്ക് മാറാതെ നമ്മുടെ ഇമൂസമനെ നമ്മുടെ ലൂഫിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലൂഫിക്ക് എന്തായാലും ഒറ്റയ്ക്ക് നമ്മുടെ ഇമൂസമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റോക്സ് പറഞ്ഞിരുന്നു 2 ഡെവിൾ ഫ്രൂട്ട് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ 2 ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ചേർന്നായിരിക്കും നമ്മുടെ ഇമൂസമനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ട്രഫാൾഗർ വാട്ടർ ഡില്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻസ് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. മറ്റൊരു ഡേ കാണുന്നതുവരെ ബൈ ബൈ.